ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നും മോഡുലാർ കിച്ചൻ്റെ കാഴ്ചകളാണ്. മോഡുലാർ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആക്സസറീസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആക്സസറീസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ നമ്മുടെ കിച്ചണകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കേടുപാട് കൂടാതെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു സാധനമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിനെ വിക്കർ ബാസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യുന്ന ബാസ്ക്കറ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതാണ് കേട്ടോ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വിക്കർ ബാസ്ക്കറ്റ്. ഇത് സ്ലീക്ക് എന്ന ബ്രാൻഡിൻ്റെയാണ്. നമ്മുടെ ഇന്ത്യയിലെ കാശ്മീർ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രാദേശിക വില്ലോ സ്റ്റാമ്പുകൾ ഇഴചേർത്തുകൊണ്ടാണ് കൈകൾ കൊണ്ട് നിർമ്മിക്കുന്നൊരു ബാസ്ക്കറ്റാണ് കേട്ടോ ഈ വിക്കർ ബാസ്ക്കറ്റ്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കേടുകൂടാതെ അടുക്കളയിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ബാസ്ക്കറ്റ് യൂസ് ചെയ്യുന്നത്. പച്ചക്കറികളുടെയും പഴവസ്തുക്കളുടെയും ഭാരം താങ്ങുവാനായി തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ചാനലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാശ്മീർ ഭാഗത്തൊക്കെ ഈ ബുദുൽ എന്നറിയപ്പെടുന്ന ഒരു ലോ നോട്ട് തടി കൊണ്ടാണ് ഇവയുടെ സൈഡ് ചാനലും അതുപോലെ തന്നെ ഫ്രെയിമൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ആ സൈഡ് ചാനൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല സ്ട്രോങ് ആയിരിക്കും. എത്രത്തോളം വെയിറ്റ് വന്നാൽ പോലും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചാനൽ തന്നെയായിരിക്കും സൈഡ് ചാനൽ വരുന്നത്. അപ്പോൾ ഇതാണ് സ്ലീക്കിൻ്റെ വിക്കർ ബാസ്ക്കറ്റ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ചാനൽ ലോക്കിംഗ് സിസ്റ്റമാണ് ഈ കാണുന്നത്. അതുപോലെ ഇതാണ് നമ്മുടെ വുഡൻ ചാനൽ. കാശ്മീരിൽ ബുദുൽ എന്നാണ് ഈ തടി അറിയപ്പെടുന്നത്, ബുദുൽ. അപ്പോൾ സ്ലീക്ക് എന്ന ബ്രാൻഡിൻ്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ച ശരിക്കും തടിയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വില്ലോ സ്റ്റാമ്പൊക്കെ ചേർത്തുള്ള വിക്കർ ബാസ്ക്കറ്റ് കണ്ടല്ലോ. ഈ കാണുന്നത് PVC വിക്കർ ബാസ്ക്കറ്റ് കേട്ടോ. ഇതിൻ്റെ ഫ്രെയിമൊക്കെ വരുന്നത് അലുമിനിയമാണ്. ബാക്കിയെല്ലാം ഹൈ ക്വാളിറ്റി PVC മെഷ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി PVC മെഷും അലുമിനിയം ഫ്രെയിമും ചേർത്തുണ്ടാക്കുന്ന മറ്റൊരു വിക്കർ ബാസ്ക്കറ്റാണ് ഈ കാണുന്നത്. റേറ്റ് കമ്പാരിറ്റീവ്ലി ഇതിന് കുറവാണ്. രണ്ട് വിക്കർ ബാസ്ക്കറ്റിനും അല്ലെങ്കിൽ ഏത് വിക്കർ ബാസ്ക്കറ്റിനായാലും ഹാൻഡിൽ ബിൽറ്റിൻ ടൈപ്പ് ആയിരിക്കും. കഴിവതും വിക്കർ ബാസ്ക്കറ്റിന് ഡോർ കൊടുക്കാറില്ല കേട്ടോ കിച്ചണിലൊന്നും. ഡോർ ഇല്ലെങ്കിൽ പോലും വളരെ മനോഹരം തന്നെയാണ് ഇതിനെ കാണാനൊക്കെ. ശരിക്കും നമ്മുടെ ഈ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും നല്ലൊരു എയർ വെന്റിലേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ എല്ലാം ചീത്തയായി പോകാറുണ്ടല്ലോ. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ളൊരു ബാസ്ക്കറ്റ് കൊടുക്കുന്നത്. അല്ലാണ്ടൊരു ബാസ്ക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ അടച്ചിടുകയാണെങ്കിൽ ഇതെല്ലാം എയർ കയറാതെ ഈർപ്പം നിന്ന് തന്നെ പാഴിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള എയർ സർക്കുലേഷനുള്ള നല്ല പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷനുള്ള ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ഈ വിക്കർ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ PVC വിക്കർ ബാസ്ക്കറ്റും വുഡുമായി ബന്ധപ്പെട്ട് വരുന്ന വിക്കർ ബാസ്ക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. വുഡിൻ്റെ സ്ലീക്ക് എന്ന ബ്രാൻഡാണ് നമ്മൾ കാണുന്നത്. മറ്റത് ഓസോൺ എന്ന ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ വിക്കർ ബാസ്ക്കറ്റിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വിക്കർ ബാസ്ക്കറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അതിൻ്റെ MRPയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.